എസ് കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ ചെറ്റത്തരം എന്ന വാക്ക് രാഷ്ട്രീയ ശരിയല്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ അങ്ങനെ രാഷ്ട്രീയ ശരിയല്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ജി സുധാകരൻ രാഷ്ട്രീയ ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ എസ് കെ അദ്ദേഹത്തിന് നിലപാടുറപ്പ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കടന്ന വാക്കുകൾ. അതിപ്പോൾ മാത്രമല്ല, ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനെതിരെ പരനാറി എന്നുള്ള പരാമർശം പലയാവർത്തി ഉന്നയിക്കുമ്പോഴും താമരശ്ശേരി ബിഷപ്പിനെതിരെ നികൃഷ്ടജീവി എന്ന പ്രയോഗം നടത്തുമ്പോഴും ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷവും കുലംകുത്തി എന്ന പ്രയോഗം ആവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ പ്രവാചകേശം ബോഡി വേസ്റ്റ് ആണ് എന്ന് പറയുമ്പോഴൊക്കെ അത് പലപ്പോഴും കടന്ന വാക്കുകളാണ് താനും. പക്ഷെ അത് അദ്ദേഹത്തിന്റെ നിലപാട് ഉറപ്പ് പറയാൻ വേണ്ടി പറയുന്ന വാക്കുകളാണത്. അങ്ങനെ നിലപാട് ഉറപ്പ് പറയാൻ കഴിയുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനാണ്. ആ പിണറായി വിജയനാണ് STPയുടെ വോട്ട് വേണ്ടെന്ന് വെക്കുവോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചു തുടർച്ചയായ രണ്ടാം ദിവസം ദേഷ്യപ്പെടുന്നു. ആദ്യ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ഷാരിഖ് നവാസാണ് ചോദിച്ചത്. ഷാരിഖിനോട് അത്ര ദേഷ്യപ്പെട്ടു, ഇന്ന് വല്ലാതെ ദേഷ്യപ്പെട്ടു. നാണമില്ലേ എന്നൊക്കെ ഓഫ് ദ റെക്കോർഡ് ആയിട്ടും നാണമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അജണ്ട, പ്രൊപ്പഗണ്ട, UDFന്റെ എന്താണ് മറ്റേ അവർ വിലക്കെടുത്തവർ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് രോഷപ്പെടുകയാണ്. എസ് കെ രോഷപ്പെടൽ ഉണ്ടാകുന്ന കാരണം എന്താണ്? ആ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരത്തെയുള്ള സ്വഭാവപ്രകാരം വേണമെങ്കിൽ പറയാം, 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചരിത്രത്തിൽ കാണിക്കുന്നതല്ല ഞങ്ങൾക്ക് ഈ വർഗീയവാദികൾ ഒരു വോട്ടും വേണ്ട എന്ന് പറയാൻ അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് എക്സാക്ട്ലി എന്നാൽ ഇലക്ഷൻ സമയത്താണ് പരനാറി എന്നൊക്കെ വിളിച്ചത്. പോട്ടെ, വേറെ കാര്യം. എസ് കെ അതിനുശേഷം ഇപ്പോൾ MA ബേബി പറയുന്നില്ല. എന്താണ് പറയാത്തത്? STPയുടെ വോട്ട് വേണ്ട എന്ന് MA ബേബി പറയുന്നില്ല, STPയുടെ വോട്ട് വേണ്ട എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നില്ല, സ്ഥാനാർത്ഥികളൊന്നും പറയുന്നില്ല. എല്ലാവരും ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഇപ്പം എസ് കെ അതിനിപ്പോൾ നമ്മളൊരു ഇലക്ഷൻ സമയത്ത് വോട്ട് വേണ്ടെന്ന് അതിന് മുൻമാതൃകയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ STPയെ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് STPയുടെ വോട്ട്, വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. പാലക്കാട് STP കോൺഗ്രസിനെ പിന്തുണച്ചു. ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട എന്ന് UDF അവിടെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതിന് മുൻമാതൃകകളുണ്ട്. അത് CPM അറിയാത്തതല്ല. എസ് കെ നോക്കൂ, ഇവിടെ ഇപ്പൊ പാലക്കാട് അവർ ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും STP വോട്ട് ചെയ്ത് UDF തന്നെയാണ്. കാര്യം നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞ BJP ബന്ധം. എസ് കെ ഇതിലൊരു വൈകാരികമായ പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ അവിലും മലരും കുന്തിരിക്കവും കാത്തുവെച്ചോ വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന വർഗീയ ധ്രുവീകരണ മുദ്രാവാക്യം ഈ തെരുവുകളിൽ ഉയർത്തുകയും അതിലുണ്ടായ വർഗീയ നമുക്ക് ഓർമ്മയുണ്ട്. ധ്രുവീകരണം എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ട്. അതിന്റെ പിന്മുറക്കാർ എന്നത് പോട്ടെ, മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കുത്തിമലർത്തിയ ഒരു പാർട്ടിയുടെ കൂട്ടുകാർ വന്ന് നിന്ന് അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇവർക്കും ധൈര്യമില്ലെങ്കിൽ എസ് കെ എൻ എന്ന് പറഞ്ഞാൽ ഞാൻ സംഘടനയോട് വളർന്നു വന്ന ആളാണ്. ജി സുധാകരന്റെ സഹോദരൻ രക്തസാക്ഷി കോളേജിൽ നിന്ന് വരുന്ന ആളാണ്. ഇക്കാലത്ത് രക്തസാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ആ വികാരം പാർട്ടി വളർത്താനുള്ള ടൂളാക്കി മാത്രം മാറ്റുന്നതിലെ വേദന എനിക്കുണ്ട്. വർഗീയ തുലയട്ടെ എന്നെഴുതിയ ചുവരുകൾ നാം മുദ്രാവാക്യം മായ്ക്കണം. വർഗീയത വാഴട്ടെ എന്ന് വേണമെങ്കിൽ എഴുതണം. അതിനുശേഷം വട്ടവടയിലേക്ക് വണ്ടി കയറി പോകണം. SFI DYFI നേതാക്കൾ. വട്ടവട അമ്മയുണ്ട്, അഭിമന്യ അമ്മയാണ്. അമ്മയുടെ കാൽക്കൽ വീണ് ഇവർ സമസ്താപരാധം മാപ്പ് പറയണം. എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.